ഹായ് ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എന്താ അതിരാ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ എന്താ പറയുകയല്ലേ ഉത്തരം. അപ്പോൾ ഇന്നത്തെ ഗിഫ്റ്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റുകളില്ലാതെ ചെടികളില്ലാതെ നമുക്കെന്ത് ആഘോഷം അല്ലേ. ഓണം വന്നാലും ഉണ്ണി പറഞ്ഞാലും നമുക്ക് ഈ പ്ലാന്റുകൾ വിട്ടിട്ട് എന്തൊരാഘോഷമല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഏതെടുത്താലും 30 രൂപയാണ് കേട്ടോ നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൽ ഈ വീഡിയോയിൽ ഒരു പ്ലാന്റ് മാത്രമാണ് റേറ്റ് കൂടുതൽ വരുന്നുള്ളൂ. ബാക്കി എല്ലാ പ്ലാന്റുകളും 24 പ്ലാന്റുകളും നമുക്ക് റേറ്റ് വരുന്നത് ഏതെടുത്താലും 30 രൂപയാണ്. മിനിമം ഒരു 150 രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യുമായിരുന്നെങ്കിൽ ഉപകാരം ആയിരുന്നു. കാരണം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കത് മുതലാകണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെയൊരു ലിമിറ്റ് വെച്ചത്. മിനിമം 100 150 രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യുമായിരുന്നെങ്കിൽ ഉപകാരം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ അവസാനത്തെ രാവിലെ 10 മണിക്കത്തെ വീഡിയോയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുവരെ നമ്മുടെ ചാനലിൽ തുടങ്ങിയിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുകയാണ് കേട്ടോ. നമ്മൾ ഇന്നേക്ക് 2 വർഷം മുമ്പാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത്. അന്ന് എനിക്ക് അറിയുമല്ലോ അല്ലായിരുന്നു എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യും, എങ്ങനെയാണ് ലോങ് വീഡിയോ ഇടുക, എങ്ങനെയാണൊരു ഷോർട്ട് വീഡിയോ ഇടുക. ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടതോ ലോങ് വീഡിയോ ആയിട്ട് പോകുകയും ചെയ്തു. എന്താ ചെയ്യുക ഒന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എങ്കിലും ഇന്നും യൂട്യൂബിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല. എങ്കിലും ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് സഹകരണം കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പം ഇനിയും 2025 ഇതിൻ്റെ ഇരട്ടി സപ്പോർട്ടും സഹകരണത്തോടും കൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സർവേശ്വരൻ നൽകട്ടെ എന്നും നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പം എല്ലാവർക്കും 2025 നല്ലൊരു വർഷം ആയിത്തീരട്ടെ. നമുക്ക് എന്താ പറയുക, നമുക്ക് സന്തോഷം മാത്രം എന്ന് നമുക്കൊരു വർഷത്തിൽ പറയാനായിട്ട് കഴിയില്ല. എങ്കിലും നമുക്ക് നോക്കുമ്പോൾ സന്തോഷമാണ് എനിക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ എന്ന് തോന്നാൻ ഉള്ള കാരണങ്ങൾ തന്നെ ആവട്ടെ ഏറ്റവും കൂടുതൽ ഈ വർഷം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ അങ്ങ് പോകട്ടെ. എങ്കിലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ 2024 നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരുപാട് മരണങ്ങൾ, നമ്മുടെ മുണ്ടക്കൈ ചൂരന്മല ഉരുൾപൊട്ടൽ അങ്ങനെ തുടങ്ങി ഒരുപാട് മരണങ്ങൾ സംഭവിച്ചൊരു വർഷമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വർഷമായിരുന്നു കേരളം നമുക്ക് ഈ വർഷം ഉണ്ടായത്. എന്താ പറയുകയല്ലേ. അപ്പം എല്ലാവരും തിരഞ്ഞു നോട്ടം ആവട്ടെ നമുക്ക് ഇനി അടുത്ത വീഡിയോ.